ായിരുന്നു 2020 പാർട്ടി എൻഡിഎയിൽ ചേർന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. വാർത്താസമ്മേളനത്തിൽ സാബു ജേക്കബും അടക്കം ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് ജനങ്ങൾ കൂടുതൽ പിന്തുണ നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. ആ പ്രതീക്ഷ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും പങ്കുവച്ചത്. സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇപ്രാവശ്യം BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് കരുത്തു പകരുന്നതാണ് 2020യുടെ BJP പ്രവേശനം എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. 2020 എൻഡിഎയിൽ ചേർന്നത് നിർണായക നീക്കമാണ്. ആ നീക്കം നാളെ മോദി കേരളത്തിൽ വരാനിരിക്കെയാണ് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ സാബു ജേക്കബും നാളെ മോദിക്കൊപ്പം തിരുവനന്തപുരത്ത് വേദി പങ്കിടും. ഇതിന്റെ ഔദ്യോഗികമായി മോദിയോടൊപ്പം 2020 പാർട്ടി BJPയിൽ ചേർന്നതിന്റെ അല്ലെങ്കിൽ എൻഡിഎയിൽ ചേർന്നതിന്റെ സ്ഥിരീകരണം ഉണ്ടാകും. ഏതായാലും സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുന്നത്. 2020 എൻഡിഎയിലേക്ക് എത്തിയത് അതിയായ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. 2020 പാർട്ടി ഇതുവരെ കാഴ്ചവെച്ചത് വികസനമാണ്. ആ വികസനം ഇനി എൻഡിഎയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സാബു ജേക്കബും കൂട്ടിച്ചേർക്കുന്നത്. എൻഡിഎയിൽ ചേർന്നത് വളരെയധികം ആലോചിച്ചെടുത്ത ഒരു തീരുമാനം എന്ന് തന്നെയാണ് സാബു ജേക്കബ് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളം മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം അധികം താമസിയാതെ ഇല്ലാതാകുമെന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ എൻഡിയോടൊപ്പം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് 2020 പാർട്ടി നേതാവ് സാബു ജേക്കബ് എന്തായാലും വ്യക്തമാക്കുന്നത്. പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് ഇത് കൃത്യമായ മറുപടിയാണെന്നും സാബു ജേക്കബ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് എന്തായാലും ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും മോദി നാളെ കേരളത്തിലെത്താനിരിക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുടെ ഒരു നിർണായക നീക്കം ഉണ്ടാകുന്നു. ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ BJP അത് മുന്നോട്ട് വെക്കുന്നു. 2020 പാർട്ടി എൻഡിഎയിൽ ചേർന്നിരിക്കുന്നു. വികസിത കേരളത്തിന് ഇനി എൻഡിഎയോടൊപ്പം 2020 ഉണ്ടാകുമെന്നാണ് സാബു ജേക്കബ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. BJPയുടെ മിഷൻ കേരള എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ചാണ് രാഷ്ട്രീയപരമായി NDA വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ 2020 കൂടി NDAക്കൊപ്പം ചേർത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നു വന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ 2020 NDAയുടെ ഘടകകക്ഷിയായി മാറുന്നത്. നാളെ നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്. പ്രധാനമന്ത്രിയുമായി കണ്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ വരും. നിലവിൽ ഇപ്പോൾ NDAയുടെ ഘടകകക്ഷിയായി 2020 മാറിക്കഴിഞ്ഞിരിക്കുന്നു. 4 പഞ്ചായത്തുകളാണ് ഇപ്പോൾ 2020ക്ക് ഉള്ളത്. ആ 4 പഞ്ചായത്തുകൾ, എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ നിർണായകമായ ഒരു സാന്നിധ്യം 2020ക്ക് അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ നഷ്ടമായെങ്കിൽ ഇത്തവണ പുതിയ 2 പഞ്ചായത്തുകളെ കൂടെ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു. വോട്ട് വിഹിതത്തിൽ 3% വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് 86-ലധികം വരുന്ന ജനപ്രതിനിധികൾ ഇവർക്ക് വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ട് എന്നുമാണ് അവകാശവാദം. എന്തായാലും ഈ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടങ്ങളിൽ ഒന്നായിട്ടാണ് BJP ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ചും 2020 പോലുള്ള രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത, എന്നാൽ ഒരു മേഖലയിൽ മാത്രം നിർണായകമായ സാന്നിധ്യം അറിയിക്കുകയും നിന്ന് പോരാടുകയും ചെയ്ത, ജനങ്ങൾക്ക് പോരാടുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കുക വഴി LDFനും UDFനും കഴിയാത്ത ഒരു കാര്യം BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ BJP നേതാക്കൾ പറയുന്നു. ഒപ്പം രാജീവ് ചന്ദ്രശേഖർ എന്ന BJP അധ്യക്ഷന് ഒരു വലിയ നേട്ടം കൂടിയാണ് ഇത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് തന്നെ 2020യുടെ ചെയർമാനായ സാബു ജേക്കബ് ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ വെച്ച് മുതിർന്ന BJP നേതാക്കളുമായി ചർച്ച നടത്തി. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ വികസിത കേരളം എന്ന അജണ്ട ഉൾക്കൊണ്ടുകൊണ്ട് 2020 NDAയുടെ ഭാഗമായിരിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2020 സംബന്ധിച്ചിടത്തോളം ഇനി ഒറ്റയ്ക്ക് ഏറെ നാൾ അവിടെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ആണ് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. LDFും UDFും ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 2020ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിരോധം തീർത്തത്. പക്ഷെ ആ പ്രതിരോധത്തെ അതിജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. 2 പഞ്ചായത്തുകൾ നഷ്ടമായെങ്കിൽ മറ്റ് 2 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ 4 എന്നുള്ളതിന് നിലനിർത്തുകയും ചെയ്തു.
ഒപ്പം അവർ പൂർണ്ണമായും 2020 പൂർണ്ണമായും ഇപ്പോഴും പറയുന്നത് വികസിത കേരളം, ഒപ്പം വികസന പദ്ധതികൾക്ക് കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കുന്ന അവരുടെ പഞ്ചായത്തുകൾ ഒരുക്കണം. ഇത് തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നേട്ടത്തെ അല്ലെങ്കിൽ എൻ ഡി എയുമായുള്ള കൂടിച്ചേരലിനെ വലിയൊരു നേട്ടമായി തന്നെ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു പേർ, അതായത് പ്രത്യേകിച്ചും CK ജാനു ഉൾപ്പെടെ വിട്ടുപോയതിനു ശേഷം, പാർട്ടി വിട്ടുപോയതിന് എൻ ഡി എ വിട്ടുപോയതിനു ശേഷം എൻ ഡി എയിലേക്ക് 2020 പോലുള്ള ഒരു സംഘടന, പ്രത്യേകിച്ച് നല്ല ആൾബലമുള്ള, അത്യാവശ്യം പഞ്ചായത്തുകൾ അധികാരമുള്ള 4 പഞ്ചായത്തുകൾ കൈവശമുള്ള ഒരു സംഘടനയെ 2020 ഒപ്പം കിട്ടുക എന്ന് പറയുന്നത് നേട്ടമായിട്ട് തന്നെ കാണാം. കേരളത്തിൽ ഇതുവരെ ഇത്തരത്തിൽ ഒരു മാറ്റം ആരും പ്രതീക്ഷിച്ചില്ല. 2020 ഒറ്റയ്ക്ക് നിലകൊള്ളും എന്ന് തന്നെ പ്രതീക്ഷയായിരുന്നു UDF-നും LDF-നും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ നിലനിൽപ്പിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാറ്റത്തിന് ഇപ്പോൾ 2020 തയ്യാറായിരിക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം. നാളെ എന്തായാലും പ്രധാനമന്ത്രി ഇവർ കാണും. പ്രശ്നങ്ങൾ അവര് അതല്ലെങ്കിൽ ഈ NDA യോടൊപ്പം ചേർന്ന കാര്യങ്ങൾ വിവരിക്കും. അതിനുശേഷം ഔദ്യോഗികമായി NDA യുടെ ഭാഗമായി മാറും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ സാബു ജേക്കബ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അതിനുശേഷം BJP നേതാക്കളുമായി ഒരു വിവരങ്ങൾ പോലും പുറത്തുവിടാതെ വളരെ അതീവ രഹസ്യമായിട്ടായിരുന്നു BJP അധ്യക്ഷനുമായി നടത്തിയ ചർച്ചകൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നില്ല. ഉച്ചയോടുകൂടി മാത്രമാണ് ഇങ്ങനെ 2020 NDAയിലേക്ക് എന്നുള്ളൊരു വാർത്ത പോലും പുറത്തേക്ക് വരുന്നത്. അത്ര അതീവ രഹസ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ 2020ക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ BJPക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇവരുടെ രാഷ്ട്രീയ മേഖലകൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വോട്ട് ചെയ്ത ആളുകളുടെ ഒരു മനോഭാവം എന്തായിരിക്കും, അതൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും BJPക്ക് ഒരു നിർണായക നേട്ടം, അതായത് NDA മുന്നിലേക്ക് 2020 എത്തിയിരിക്കുന്നു എന്നുള്ളത്. ശരി, വ്യക്തമാണ്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.